വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംബൽസ്, ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, ലാംഗ്വേജസ് ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ ഫ്ലാറ്റ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം സിംബൽസ്, ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, ലാംഗ്വേജസ്. ഇവരൊക്കെയാണ് ഫോർമൽ ലാംഗ്വേജിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് സിംബൽ എന്ന് നോക്കാം. സിംബൽ എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ ക്യാരക്ടറാണ്. അത് യൂസ് ചെയ്തിട്ടാണ് സ്ട്രിങ്സ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ A,B,0,1 ഇതെല്ലാം എന്താണ്, സിംഗിൾ ക്യാരക്ടർ സിംബൽസ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രിങ്സ് ഫോം ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആൽഫബറ്റ് എന്നുള്ളത്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സിംബൽസ്. ഫൈനൈറ്റ് ആയിട്ടുള്ള നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സിംബൽസിനെ നമ്മൾ ആൽഫബറ്റ് എന്ന് വിളിക്കും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. അതിൻ്റെ എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ സിഗ്മ =0,1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സിംബൽസ് അല്ലേ, 0യും 1ഉം. അതേപോലെ തന്നെയാണ് സിഗ്മ A,B,C. ഇതും ഒരു ആൽഫബറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്ത് വരുന്നതാണ് സ്ട്രിങ് എന്താണെന്നുള്ളത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് സിംബൽസ് ടേക്കൺ ഫ്രം ആൻ ആൽഫബറ്റ്. ആൽഫബറ്റിൽ നിന്ന് എടുക്കുന്ന സീക്വൻസ് ഓഫ് സിംബൽസിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ആൽഫബറ്റ് സിഗ്മ =0,1 എന്നാണ് നമ്മൾ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത്. ഇതിൽ പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് എന്തൊക്കെയാണ്? 0 എന്ന് മാത്രമുള്ള സിംബൽ എഴുതി കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. 1 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പോസിബിൾ കോമ്പിനേഷനും എഴുതാം. 0,1 എന്ന് എഴുതി 1,0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1,0,1 എന്ന് എഴുതാം, 1,1,1,0 എന്നുള്ളത് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് പോസിബിൾ കോമ്പിനേഷൻ എഴുതിയാലും അത് ഈ ആൽഫബറ്റിൽ നിന്നെടുക്കുന്ന സ്ട്രിങ് ആണ്. ഇനി അടുത്തത് വരുന്നതാണ് ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്നുള്ളത്. ലെങ്ത് ഓഫ് എ സ്ട്രിങ് നമ്പർ ഓഫ് സിംബൽസ് ഇൻ ഇറ്റ് എന്നുള്ളതാണ്. അതായത് എത്ര നമ്പർ ഓഫ് സിംബൽസ് ഒരു സ്ട്രിങ്ങിലുണ്ടോ അതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് W എന്നുള്ള രീതിയിലാണ്. മോഡുലസ് എഴുതുക, അതിൻ്റെ നടുക്ക് സ്മോൾ ലെറ്റർ W എഴുതുക. എക്സാമ്പിൾ ആണെങ്കിൽ മോഡുലസിൻ്റെ ഉള്ളിൽ 1,0,1,1 എന്നാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ സിംബൽസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4. അങ്ങനെയാണ് അവിടെ 4 എന്ന് വന്നിരിക്കുന്നത്. അടുത്തൊരു സ്ട്രിങ് തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് 0 1 എന്നുള്ളത്. അവിടെ എത്ര ഉണ്ട്? 1 2. അങ്ങനെയാണ് അവിടെ 2 എന്ന് കൗണ്ട് ചെയ്തത്. ഇനി അടുത്തത് എംപ്റ്റി സ്ട്രിങ് എന്താണെന്നാണ് നോക്കുന്നത്. എ സ്ട്രിങ് വിത്ത് നോ സിംബൽ ഈസ് കോൾഡ് ആൻ എംപ്റ്റി സ്ട്രിങ്. അതായത് ഒരു സിംബലും ഇല്ലാത്ത സ്ട്രിങ്ങിനെയാണ് നമ്മൾ എംപ്റ്റി സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്സലോൺ എന്നാണ്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് എപ്സലോൺ ഒരു സിംബലും ഇല്ല അവിടെ. അതുകൊണ്ട് അവിടെ എന്താണ് കൗണ്ട്? 0 ആണ് വരുന്നത്. ഇനി അടുത്തതാണ് സ്ട്രിങ് ഓപ്പറേഷൻസ് വരുന്നത്. സ്ട്രിങ് ഓപ്പറേഷൻസിൽ വരുന്നതാണ് കൺകാറ്റിനേഷൻ എന്നുള്ളത്. അതായത് രണ്ട് സ്ട്രിങ്സിനെ ടുഗെദർ ആയിട്ട് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺകാറ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എഴുതാനാണെങ്കിൽ എക്സ് നമുക്ക് 10 ആണ് തന്നിരിക്കുന്നത്, വൈ എന്ന് പറയുന്നത് 11 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൺകാറ്റിനേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? XY അതിനെ ജോയിൻ ചെയ്ത് എഴുതുക. രണ്ട് സ്ട്രിങ്ങിനെ 10 11 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി അടുത്തതാണ് പവർ ഓഫ് സ്ട്രിങ്സ് എന്താണെന്നുള്ളത്. A² എന്ന് പറയുന്നത് 2A എഴുതുന്നതാണ്. A³ എന്ന് പറഞ്ഞാൽ 3A എഴുതുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് 0 1² എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യണം? 0 1 2 പ്രാവശ്യം എഴുതണം. മനസ്സിലായോ? ഇതാണ് പവർ ഓഫ് സ്ട്രിങ്സിൽ വരുന്നത്. ഇനി ക്ലീൻ സ്റ്റാർ ആണ് അടുത്തത് വരുന്നത്. ക്ലീൻ സ്റ്റാർ റെപ്രസെൻറ്റ് ഓൾ പോസിബിൾ സ്ട്രിങ്സ് ഇൻക്ലൂഡിങ് എംപ്റ്റി സ്ട്രിങ്. എംപ്റ്റി സ്ട്രിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ പോസിബിൾ സ്ട്രിങ്സും എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലീൻ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ നൊട്ടേഷനാണ് സിഗ്മ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്നത്. ഇഫ് നമുക്കൊരു ആൽഫബറ്റ് തന്നിട്ടുണ്ട് 0,1 എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ ക്ലീൻ സ്റ്റാർ സിഗ്മ സ്റ്റാർ എന്തായിരിക്കും? അതായത് നോൺ എംപ്റ്റി സ്ട്രിങ് തൊട്ട് എഴുതണം. അതായത് എപ്സലോൺ 0 1 എഴുതാം, 0 0 എഴുതാം, 0 1 എഴുതാം, 1 0 എഴുതാം, 1 1 എഴുതാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ക്ലീൻ സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ക്ലോഷർ എന്താണെന്ന് നോക്കാം. ഓൾ പോസിബിൾ സ്ട്രിങ്സ് എക്സെപ്റ്റ് എംപ്റ്റി സ്ട്രിങ് എന്നാണ് പറയുന്നത്. അതിൻ്റെ നൊട്ടേഷൻ സിഗ്മ പ്ലസ് എന്നുള്ളതാണ്. സിഗ്മ പ്ലസ് സിഗ്മ സ്റ്റാർ മൈനസ് എപ്സലോൺ എന്നുള്ളതാണ്. അതായത് എപ്സലോൺ ഒഴിച്ച് ബാക്കി എല്ലാം എഴുതുന്നത് നമ്മുടെ പോസിറ്റീവ് ക്ലോഷറിൽ വരും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയില്ലേ, ഇതേ എക്സാമ്പിളിൽ സിഗ്മ പ്ലസ് ആണ് നമ്മൾ എഴുതുന്നത്. അതായത് പോസിറ്റീവ് ക്ലോഷറാണ് എഴുതുന്നതെങ്കിൽ ഈ എപ്സലോൺ എഴുതാതെ ബാക്കി എല്ലാം എഴുതാം.
ഇനി എന്താണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വാലിഡ് സ്ട്രിങ്സ് ആണ് ഫോംഡ് ഫ്രം സിമ്പിൾസ്. സിമ്പിൾസിൽ നിന്ന് ഫോം ചെയ്യുന്ന സെറ്റ് ഓഫ് വാലിഡ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ആൽഫബറ്റ് സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 0,1. അതിൽ നിന്ന് സ്ട്രിങ്സ് നമുക്ക് എത്ര പോസിബിൾ സ്ട്രിങ്സ് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന 0 എഴുതിയിട്ടുണ്ട്, 1 എഴുതിയിട്ടുണ്ട്, 01 എഴുതിയിട്ടുണ്ട്, 101 ഉണ്ട്. ഇനി അതിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള സ്ട്രിങ്സ് ഏതൊക്കെയാണോ അത് നമുക്ക് ലാംഗ്വേജിൽ എഴുതാം. അതിൽ ഞാനിപ്പോൾ 0, 01, 011 എന്നുള്ള രീതിയിൽ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ടൈപ്സ് ഓഫ് ലാംഗ്വേജസിൽ ഫൈനൈറ്റ് ലാംഗ്വേജസ് ഉണ്ട്, ഇൻഫിനിറ്റ് ലാംഗ്വേജസും ഉണ്ട്. ഫൈനൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും ആ ലാംഗ്വേജിലുള്ളത്. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും ആ ലാംഗ്വേജിൽ ഉണ്ടാവുക. ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് നോക്കാം, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സിഗ്മ നമ്മൾ പറഞ്ഞല്ലോ ആൽഫബറ്റ് ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്ട്രിങ് ആണ്. സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് ക്ലീൻ സ്റ്റാറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്മ പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്ലോഷർ ആണ്. മോഡുലസ് W എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.